കൈരളി TV മലയാള ചലച്ചിത്ര പ്രതിഭകളെ തേടിയുള്ള ഒരു യാത്രയാണ്. നമ്മളിവിടെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ 35ഓളം ഷോർട്ട് ഫിലിമുകൾ സെലക്ട് ചെയ്തിരുന്നു. അതില് 35 ഷോർട്ട് ഫിലിമുകൾ ഫെസ്റ്റിവലിനായി തയ്യാറായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന അതിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് കാലിഫോർണിയയിൽ നിന്നുള്ള ശ്രീലേഖ ഒരു അറ്റോർണി കൂടിയാണ്, തൃശ്ശൂക്കാരിയാണ്. നമുക്ക് ശ്രീലേഖയെ ഇന്ന് പരിചയപ്പെടാം. ശ്രീലേഖ, നമസ്കാരം. നമസ്കാരം. എല്ലാം പറഞ്ഞു കഴിഞ്ഞു, പരിചയപ്പെടാൻ ഇനിയൊന്നുമില്ല. ഇല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശ്രീലേഖയുടെ 2 ഷോർട്ട് ഫിലിമുകള്, അത് ഏതൊക്കെയാണ്? ഒരെണ്ണം മൊനെ, അത് കഴിഞ്ഞ വർഷം എടുത്തതാണ്. പിന്നെ ഒരെണ്ണം ഈ വർഷം ഈ അടുത്ത് കംപ്ലീറ്റ് ആയുള്ളൂ. അതിന്റെ പേര് ഒയാസിസ്. ഇവിടെ ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി സഹകരിച്ച് ചെയ്ത സിനിമകളാണ് രണ്ടും. ഞങ്ങൾ ആരും പ്രൊഫഷണൽസോ ഇതിലൊരു എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരല്ല, എല്ലാം അമച്വേഴ്സ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ മൂവി എടുക്കുക അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടുത്തെ അസോസിയേഷൻ ഒരു ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷം തൊട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അതില്ലെങ്കിൽ ഇപ്പൊ ഇത് ചെയ്യുമായിരുന്നോ എന്നറിയില്ല. ഒയാസിസ് ഒരു ഫാമിലിയാണ് ഫോക്കസ്, പക്ഷെ അതും ഈ പറഞ്ഞ കുറച്ച് സസ്പെൻസ് എലിമെന്റ് ഉള്ള സിനിമയാണ്. ഒരു ഫാമിലിയിൽ ഒരു സംഭവം നടക്കുന്നു, അതിനെ തുടർന്ന് കുറച്ച് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ ഒരു സിനിമയാണ് രണ്ടും. എന്താണ് ഈ 2 ചിത്രങ്ങളുടെ പ്രേക്ഷകന് കൊടുക്കാൻ ഉദ്ദേശിച്ച നമ്മൾ എന്താണ് 2 സൃഷ്ടികളിലൂടെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ച കണ്ടന്റ് ആയിട്ടെന്ന്? എന്റെ 2 സിനിമകളിൽ അങ്ങനെ ഒരു മെസ്സേജോ അങ്ങനെ ഒന്നുമില്ല, സോഷ്യൽ മെസ്സേജ് ഒന്നും ഉള്ള സിനിമയല്ല. രണ്ടും എന്റർടൈൻമെന്റ് ആൻഡ് പ്യുവർ ഒരു ക്രിയേറ്റീവ് പീസാണ്. എനിക്ക് രണ്ടും ഫിക്ഷൻ ആണ്. ആൻഡ് എനിക്ക് തലയിൽ പെട്ടെന്ന് വന്ന ഒരു കഥ, ശരിക്കും ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു വന്നപ്പോ അത് ശരിക്കും പറഞ്ഞ ആ കഥ ഇത്രയും 15 മിനിറ്റിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല, പക്ഷെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ മെസ്സേജ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് സസ്പെൻസ് ഉണ്ട് രണ്ടിലും ചെറുതായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ദേ കെൻ റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നുള്ള പോലെ ഒരു കുറച്ച് മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു. ഓക്കെ, ഈ ഏതായാലും 2 ഷോർട്ട് ഫിലിമുകളെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതോ കൂടുതൽ? ഇല്ല, ഈ 2 തന്നെ ഉള്ളൂ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ ജീവിതവും ഇത്തരം കലാപ്രവർത്തനങ്ങളും തമ്മില് കൊച്ചിലെ മുതലേ ഇങ്ങനെ കലാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നോ? മറ്റ് ഏതെങ്കിലും ഫീൽഡിനെ കുറിച്ചൊക്കെ ഉണ്ടോ കൊച്ചിലെ മുതലേ, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ? അങ്ങനെ കലാപരമായി ഞാൻ എല്ലാം ചെയ്യും, എന്തും ചെയ്യും എന്നുള്ള ഒരു ടൈപ്പ് ആളാണ്. ഡാൻസ്, പാട്ട് എല്ലാം കുറച്ച് ചെയ്യും. പാടും, ഡാൻസ് ചെയ്യും, വരയ്ക്കും, എല്ലാം ചെയ്യും. നമ്മൾ സ്കൂൾ മുതലേ അങ്ങനെ തന്നെ. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, എന്റെ വീട്ടിലാണെങ്കിലും എല്ലാരും അതൊക്കെ എൻകറേജ് ചെയ്യണ ഒരു ഫാമിലിയാണ്. കല, സാഹിത്യം ഒക്കെ, കുറച്ചൊക്കെ എഴുതും. പക്ഷെ ഞാൻ മുന്നേ നമ്മൾ സംസാരിച്ചു പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഒരു കുറച്ച് അധികം മോട്ടിവേഷൻ വേണം. എസ്പെഷ്യലി ഒരു ഫുൾ ടൈം ജോലിയും ഇവിടുത്തെ, പിന്നെ അമേരിക്കയിൽ അറിയാലോ, ഇങ്ങനെ നമുക്കെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ തിരക്കുകളുടെ ഒക്കെ ഇടയിൽ പറ്റുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ഇതൊക്കെ പുറത്തു വരും.